പ്രശ്നം ഷെയർ മുബാറക്കൊന്നുമല്ല പ്രശ്നം. സമസ്ത രണ്ടായതിന്റെ ശേഷം കാന്തപുരം ഉസ്താദ് ചെയ്ത ഏതെങ്കിലും ഒരു പരിപാടിയെ വിമർശിക്കാത്ത സ്വഭാവം മറുഭാഗത്തുണ്ടായിട്ടില്ല എന്ന് വേദനയോടുകൂടി പറയുകയാണ്. ഷെയർ മുബാറക്കിനെ കുറിച്ച് ഞാൻ വിശദീകരിക്കുന്നതിൽ ഒറ്റ കാര്യം പറയുന്നു. എന്തേ ഇപ്പൊ ഷെയർ മുബാറക്കിന്റെ പ്രശ്നം? മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുണ്യമുടിയാണെന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു മുടി 3 വർഷങ്ങൾക്ക് മുമ്പ് വെട്ടിച്ചിറ ടൗൺ സുന്നി പള്ളിയിൽ ഞാൻ ക്ലാസ് എടുത്തപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്റെ സദസ്സിൽ അന്ന് ഈ വിഭാഗത്തെ അനുകൂലിക്കുന്നവരുണ്ടായിരുന്നു, മുസ്ലിം ലീഗിന്റെ പ്രാദേശിക നേതാക്കളും ഉണ്ടായിരുന്നു. ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ട്, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടിയാണെന്ന് ഒരു മുഅ്മിനായ മുസ്ലിമായ മനുഷ്യൻ പറയുന്നു. വിശ്വസിക്കുന്നവർക്ക് അതുകൊണ്ട് ബറക്കത്ത് ചെയ്യാം, അതിലപ്പുറം അതിനൊന്നും വേണ്ടതില്ല. ഒരാൾക്ക് വിശ്വാസമല്ലെങ്കിൽ അദ്ദേഹം അത് ബറക്കത്ത് എടുക്കാൻ വരേണ്ട കാര്യമില്ല. എന്നാലും അറിയാത്തത് അതിനെക്കുറിച്ച് പറയരുത്. ഇതാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ആ സ്നേഹത്തിന്റെ ഭാഗം. വിശ്വസിക്കാത്തവർ, മർക്കദിലെ മുടി അംഗീകരിക്കാത്തവരൊക്കെ കാഫിറുകളാണെന്ന് ഞങ്ങൾ പറയൂല, ഒരിക്കലും പറഞ്ഞിട്ടില്ല. അതേസമയം അത് വിശ്വസിക്കുന്ന ആളുകൾക്ക് അതുകൊണ്ട് തബറുക്ക് ചെയ്യാം, അത് കുട്ടിയ വെള്ളം കുടിക്കാം. അറിയാത്തവർ, വിശ്വസിക്കാത്തവർ അതിന് വരണ്ട. വിശ്വസിക്കാത്തവർ അറിയാത്തത് അതിനെക്കുറിച്ച് പറയുകയും വേണ്ട. നിങ്ങൾ കേൾക്കൂ, ഞാനൊരൊറ്റ സംഭവം പറയുന്നു. പൂർവിക മുസ്ലിങ്ങൾ പരിഗണിച്ച ഭാഗം ഖലീഫ മഅ്മൂൻ എന്നവരുടെ വലിയൊരു സംഭവം കേട്ടോളി. ഒരു വ്യക്തി എന്റെ അടുക്കൽ വരും. നിങ്ങൾ കേട്ടു നോക്കി, ലയഅ്തീനി എന്റെ അടുക്കൽ വരും. ബിൽ ഖിത്അത്തി മിനൽ ഊദി, ഒരു ഊദിന്റെ കഷ്ണവുമായി ഒരു മുസ്ലിം ഒരാൾ എന്റെ അടുത്ത് വരും. ഔ ബിൽ ഖശ്ബ, ഒരു മരക്കഷ്ണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വസ്തു. ലഅല്ല ഖീമത്തഹു ലാ തകൂന ഇല്ലാ ദിർഹമ, സാധനം 1 ഉറുപ്പിക വിലയുള്ള സാധന, 1 ഉറുപ്പികയോളം വില കുറഞ്ഞ ഒരു സാധനവുമായി ഒരാൾ എന്റെ അടുത്ത് വരുന്നു. കേട്ടോളി. ഫയഖൂലു, എന്നിട്ട് അദ്ദേഹം പറയും, ഇന്ന ഹാദാ, ഈ വസ്തു കാനലിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേതായിരുന്നു. ഔ ഖദ് വലഅയദഹു, മുത്തുനബിയുടെ പുണ്യക്കൈ ഈ സാധനത്തിൽ തൊട്ടിട്ടുണ്ട്. ഔ ശരിബ ഫീഹി, അല്ലെങ്കിൽ ഈ പാത്രത്തിൽ മുത്തുനബി കുടിച്ചിട്ടുണ്ട്. ഔ മസ്സഹു, അല്ലെങ്കിൽ മുത്തുനബി ഇതിനെ സ്പർശിച്ചിട്ടുണ്ട് എന്ന് ഒരാൾ എന്നോട് പറഞ്ഞുകൊണ്ടൊരു സാധനം കൊണ്ടുവരുന്നു. വമാ ഹുവ, സത്യത്തിൽ ആ വ്യക്തി അല്ല ഇന്ദി, എന്റെ അടുക്കൽ ബിസിഖത്തിൻ, വിശ്വസ്തനല്ലാത്ത ഒരു മുസ്ലിം ഒരു സാധനമായി എന്റെ അടുത്ത് വരുന്നു. ഇത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളേടാതെന്ന് അവൻ പറയുന്നു. വലാ ദലീല അലാ സിദ്ഖിർ റജുലി, അദ്ദേഹം പറയുന്നത് സത്യമാണെന്നതിന് വേറെ തെളിവൊന്നുമില്ല. എന്നാലും അന്നീ, ഞാൻ ബിഫറത്തിൻ നിയ്യത്തി വൽ മഹബ്ബ, മുത്തുനബിയോടുള്ള അങ്ങേയറ്റത്തെ സ്നേഹത്തിന്റെ കാരണമായി അഖ്ബിലു ദാലിക, ഞാൻ ആ സാധനം വാങ്ങും, ഞാനത് സ്വീകരിക്കും. ഫഅശ്തരീഹി ബിഅൽഫി ദീനാർ, 1000 ദീനാർ കൊടുത്ത് ഞാൻ വാങ്ങും. 1 ഉറുപ്പിക പോലും വിലയില്ലാത്ത ഒരു സാധനം, ഇത് മുത്തുനബി തൊട്ട സാധനമാണെന്ന് പറഞ്ഞുകൊണ്ട് എന്റെ അടുത്ത് ഒരാൾ വന്നാൽ, തെളിവുകളൊന്നുമില്ലെങ്കിൽ പോലും മുത്തുനബിയോടുള്ള സ്നേഹം കൊണ്ട് ഞാൻ അത് വാങ്ങും. ഞാൻ ആ വസ്തു എന്റെ മുഖത്ത് വെക്കും. വൈനി, എന്റെ കണ്ണുമ തട്ടിക്കും. വാതബറക്കു, ഞാൻ അതുകൊണ്ട് ബറക്കത്തെടുക്കും. ഇതാണ് പൂർവീക മുസ്ലിങ്ങളുടെ സ്വഭാവമെന്ന് നമ്മുടെ മതഗ്രന്ഥങ്ങളിൽ വിശദീകരിക്കപ്പെട്ടത്. അറിയാത്തവരാണ് പണ്ഡിതന്മാരെന്ന് എനിക്ക് തോന്നുന്നില്ല. ഷെയർ മുബാറക്കിന്റെ മറ്റ് വിവാദങ്ങൾ എന്താവട്ടെ, ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. ഞാൻ ചോദിക്കുന്നു, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടിയാണെന്ന നിലക്ക് ഒരാൾ